നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച 33 വീടുകളുടെ താക്കോൽദാനം നടന്നു. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച 33 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. കണ്ണൂർ ടൗണിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ താക്കോൽദാനം നിർവഹിച്ചു. 146 വീട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ കാലത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നതാണ്. കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന അങ്ങേയറ്റം ജനകീയമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലൈഫ് മിഷൻ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 എടുത്തപ്പോൾ ഞങ്ങളോടെല്ലാം വന്ന് പറഞ്ഞത് നാട്ടിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ്. സാധാരണയായി കിട്ടുന്ന പദ്ധതി വിഹിതവും അതിൽ നിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. വർഷങ്ങളായി തുടർന്നു വരുന്ന മാറ്റങ്ങൾ കുറേശ്ശെ നടപ്പിലാക്കുന്നതിന് മാത്രമേ നമ്മുടെ നികുതി വിഹിതവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പദ്ധതി വിഹിതമൊക്കെ തികയുള്ളൂ. അതുകൊണ്ട് മാത്രം ഇത്രയും വലിയ ഒരു പദ്ധതി, ഇത്രയധികം ജനകീയമായൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. സംസ്ഥാനത്തിൻ്റെ ഭരണത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ജനകീയ ഭരണ നടപടി താഴെ തട്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഗ്രാമസഭകളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭരണ പദ്ധതികൾ മിക്കതും തയ്യാറാക്കുന്നത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ബാലൻ അധ്യക്ഷത വഹിച്ചു. അതിനുശേഷമുള്ള വിവിധ ഘട്ടത്തിലാണ് വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-30ഓളം വീടുകൾ ഇനിയും പൂർത്തീകരിക്കാറുണ്ട്. ഇപ്പോൾ 33 വീടിൻ്റെ താക്കോലാണ് ഈ ചടങ്ങിൽ വെച്ച് കൈമാറുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതായാലും ഗവൺമെൻറ്റിൻ്റേതായാലും വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. 5.25 ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ ലിസ്റ്റ് പ്രകാരം നമുക്ക് സംസ്ഥാനത്താകെ ഗുണഭോക്താക്കളുള്ളത്. അത് ഘട്ടഘട്ടമായിട്ട് 1-2 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വിവിധ രീതിയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എവിടെയാണോ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്, എവിടെയാണോ ഊന്നൽ നൽകേണ്ടത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V. സുരേന്ദ്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC സൈൽരാജ് മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ ഷിജിത, ഷിബു, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P. അശോകൻ എന്നിവരും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ രഘുത്തമൻ, ജിതേഷ്, ജിജോ പ്രകാശ്, KK റഫീഖ് എന്നിവരും സംസാരിച്ചു. പദ്ധതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സാരംഗ് അവതരിപ്പിച്ചു. ചടങ്ങിന് മുഹമ്മദ് ഹിജാസ് നന്ദി പ്രകാശിപ്പിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.